സോ ഹായ് സോ വെൽക്കം ടു എഡ്യൂ പ്ലസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിനെ പറ്റി എന്തെല്ലാം അറിയാം? ഫോട്ടോസിന്തസിസ് ഈ പ്ലാന്റ്സിനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഫോട്ടോസിന്തസിസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ആനിമൽസും പ്ലാന്റ്സും ഉണ്ടല്ലോ ബയോളജിയിൽ, അത് രണ്ടും കൂടുതലാണല്ലോ ബയോളജി. സോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ആനിമൽസും പ്ലാന്റ്സും വേർതിരിഞ്ഞ് വരും. ലൈക്ക് ബോട്ടണി ആൻഡ് സുവോളജി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മളിനി 10th +2 ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്നത്. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ മേജർലി പ്ലാന്റിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. എല്ലാ ഗ്രീൻ പ്ലാന്റ്സും ഫോട്ടോസിന്തസൈസ് ചെയ്യുമോ? എല്ലാ പ്ലാന്റ്സും ഫോട്ടോസിന്തസൈസ് ചെയ്യുമോ? എന്താ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയൂ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാ പ്ലാന്റ്സും ചെയ്യുമോ? കുറേ പ്ലാന്റ്സ് ഇല്ലേ, ഗ്രീൻ പ്ലാന്റ്സും അല്ലാതെയും കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. വൈറ്റ് കളറിൽ നമുക്ക് പ്ലാന്റ്സ് കാണാൻ പറ്റും. ക്ലോറോഫില്ലൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ കാണാൻ പറ്റും. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ ലോകത്ത്. അപ്പം എല്ലാ പ്ലാന്റ്സും ഫോട്ടോസിന്തസൈസ് ചെയ്യുമോ? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഫോട്ടോസിന്തസൈസ് ചെയ്യുമോ? എന്താ ഫോട്ടോസിന്തസിസ്? ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. എല്ലാ പ്ലാന്റ്സും ഫുഡ് ഉണ്ടാക്കുമോ? ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ള മീൻസ് ഗ്രീൻ കളർ, ഒരു പ്ലാന്റിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ആളാരാ? ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരാളാണ്. ക്ലോറോപ്ലാസ്റ്റ് ഓർഗനല്ലയിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരാളാണ് ഒരു പ്ലാന്റിൻ്റെ ഗ്രീൻ കളർ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓറഞ്ച് കളറായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഞാൻ വരയ്ക്കുന്നത്, പക്ഷേ അതൊരു പച്ച കളർ പ്ലാന്റിലേ നമ്മൾ കാണുന്നത്. ഈ പ്ലാന്റിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനല്ലേ ഉണ്ട് പ്ലാന്റിന്. ഇതിനകത്ത് ആരുണ്ട്? ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ഓർഗനല്ലേ ഉണ്ട്. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റാണ്. ഇതിൻ്റെ പേര് പിഗ്മെൻറ്റ് എന്നാണ്. പിഗ്മെൻറ്റ്. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് എന്താണ് നമുക്ക് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്ലാന്റിൽ നടക്കുന്നത്. അത് ഗ്രീൻ പ്ലാന്റ്സിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ്, മീൻസ് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് പ്ലാന്റിനൊക്കെ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളർ ഇല്ലാത്ത പ്ലാന്റുകൾക്ക് ഇങ്ങനെ ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഗ്രീൻ പ്ലാന്റ് എന്നുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ് ഫോട്ടോസിന്തസൈസ് ചെയ്യുന്നതാണ്. അല്ലാത്ത പ്ലാന്റ്സ് ഫോട്ടോസിന്തസൈസ് ചെയ്യുന്നില്ല. ഓക്കെ. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലൈറ്റാണ്. ഓക്കെ. ഫോട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഫോട്ടോ മീൻസ് ലൈറ്റാണ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ്, ടു ജോയിൻ. ലൈക്ക് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ലൈറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോട്ടോസിന്തസിസിൻ്റെ മേജർ പരിപാടി. ഈ പ്ലാന്റ്സ് മാത്രമേ ഫോട്ടോസിന്തസൈസ് ചെയ്യുള്ളൂ. ആൽഗേനെ കണ്ടിട്ടുണ്ടോ? ആൽഗെ ആരാണ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ആൽഗെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൽഗെ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പായലാണ്. പായലുകൾ ഈ കടലിലുണ്ടാവും പായലുകൾ, വെള്ളത്തിലും ഉണ്ടാവും പായലുകൾ. അപ്പം ഇവരിലും ഇതേപോലെ ഗ്രീൻ കളർ തരുന്ന ക്ലോറോഫിൽ ഉണ്ടാവും. ഈ ക്ലോറോഫില്ലാണ് എന്തുണ്ടാക്കുന്നത്? ഫോട്ടോസിന്തസിസിന് ചെയ്യേണ്ട എനർജിയൊക്കെ കൊടുക്കുന്നത്. അതേപോലെ ബാക്ടീരിയയിലുണ്ട്. ചില ബാക്ടീരിയയ്ക്ക് ഫോട്ടോസിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവരും എന്ത് ചെയ്യും? ഇതേപോലെ അവരുടെ ഓൺ ഫുഡ് ഉണ്ടാക്കും. ഇപ്പം 4 പേരാണ് ഉണ്ടാക്കുന്നത്: ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ, പിന്നെ ബാക്ടീരിയ. ഇവർ 3 പേരാണ് എന്തുണ്ടാക്കുന്നത്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർ. മീൻസ് എല്ലാ ബാക്ടീരിയയ്ക്കും ഇല്ല, ചില ബാക്ടീരിയയിൽ ക്ലോറോഫിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്ന് ആലോചിച്ച് വെക്കണേ. അപ്പം ഇത്രയാണ് ഒരു ഫോട്ടോസിന്തസിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് യൂഷ്വലി ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ആൽഗെ എന്ന് പറയുന്ന ഒരു ടീമിനും എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയയിൽ ക്ലോറോഫിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നോർമൽ ഐഡിയ ആണ്. ഇനിയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസിന്തസിസ് ഉണ്ട്, ഒന്ന് കേട്ട് നോക്കും, നിങ്ങൾക്ക് എളുപ്പമാവാനാണ് ചാൻസ്. ഓക്കെ. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സ്, കേപ്പബിൾ ഓഫ് സിന്തസൈസിങ് കാർബോഹൈഡ്രേറ്റ്സ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ് എന്താ ശ്വസിക്കുക? നമ്മൾ ഓക്സിജൻ ശ്വസിക്കും. അതേപോലെ പ്ലാന്റ് എന്താ ശ്വസിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ അവർ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എടുത്തിട്ട് അവരെന്ത് ചെയ്യും? ലൈറ്റിൻ്റെ പ്രസൻസിൽ അവരതിനെ എന്താക്കും? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കും. ഞാൻ വേറൊരു ക്ലാസ്സിൽ ഇതേപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ നമുക്ക് ന്യൂട്രിയൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ പ്ലാന്റിനും ജീവിക്കണ്ടേ? പ്ലാന്റും ഒരു ജീവിയല്ലേ, ലൈക്ക് ഒരു ഓർഗാനിസം അല്ലേ. അവർക്കും നമ്മൾ നോക്കുമ്പോൾ അവർ നീങ്ങുന്നൊന്നും ഇല്ലെങ്കിലും പക്ഷെ അവർ ശരിക്കും ഒരു ഓർഗാനിസമാണ്, ജീവനുള്ള, ലൈക്ക് എല്ലാ പെയിനൊക്കെ മനസ്സിലാവുന്ന ഒരു ഓർഗാനിസം തന്നെയാണ് പ്ലാന്റ്. ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് കണ്ടുപിടിച്ചതിൽ പറയുന്നുണ്ടല്ലോ, ഈ പ്ലാന്റും നമ്മൾ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ഇലയോ എന്തെങ്കിലും കൊമ്പോ എന്തെങ്കിലുമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ
പ്ലാന്റ് അവൻ്റെതായ ഒരു സൗണ്ടിൽ ഇങ്ങനെ കരയുന്നുണ്ട്. ഒരു ലൈക്ക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്കറിയാലോ ഹ്യൂമൻസിന് ഒരു 20 ഹേർട്സ് തൊട്ട് 20,000 ഹേർട്സ് വരെയൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ ഹ്യൂമൻസിന്. ബാക്കി എല്ലാ സൗണ്ടുകൾ ഇപ്പോൾ എർത്ത് വന്നാൽ നമ്മൾ പറയും ആനിമൽസിനാണ് കൂടുതലും വേഗം മനസ്സിലാവുക എന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്താ, അവർക്ക് നമ്മളെക്കാളും കുറച്ചും കൂടെ സൗണ്ടുകൾ അവർക്ക് കേൾക്കാൻ പറ്റും. കുറച്ച് ലോവറും ഹയറുമായിട്ടുള്ള സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വല്ല എർത്ത് വരുമ്പോൾ നമ്മൾ ആനിമൽസിനെ നോക്കിയാൽ മതി. അവർ പോകുന്ന ആ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അവരതിനെ എസ്കേപ്പ് ചെയ്യാൻ ഓടുകയല്ലേ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഓടിയാൽ മതി എന്ന് നമ്മൾ പറയും. അവരെ കൂടെ അവർ മാറിയിട്ട് നമ്മൾ ഓടാൻ പറയും. ഓക്കെ, അതൊരു ഇൻഡിക്കേഷനാണ്. അതേപോലെ പ്ലാന്റ്സിനും അവരുടേതായ രീതിയിൽ ഒരു ടൈപ്പ് ഓഫ് സൗണ്ടുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് പ്ലാന്റ് ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ കരയൊന്നും നമ്മൾ കേൾക്കത്തില്ലല്ലോ. അവരുടെ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നത് അവർക്കും ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുകളുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹിയറബിൾ ഫോർ അസ്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സിൽ എന്താ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആളെ ഉണ്ടാക്കലാണ് അവരെ പരിപാടി കേട്ടോ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, നമ്മളെ ബോഡിക്കും ഗ്ലൂക്കോസ് അല്ലേ വേണ്ടേ, അതേപോലെ ഇവരും കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കി ഇവർ സ്റ്റോർ ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ആ ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അതൊരു മണ്ടൻ പരിപാടിയാണ്. അവരുണ്ടാക്കി വെച്ച ഫുഡ് എടുത്ത് കഴിക്കുന്നു. പക്ഷെ നമുക്ക് വേറെ ഫുഡ് ഇല്ലല്ലോ, അപ്പം നമ്മളെന്ത് ചെയ്യും? അതാണ് പരിപാടി. യൂഷ്വലി ചോദിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോസിന്തസിസ് എഴുതുമ്പോൾ മീൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഈ ഒരു റിയാക്ഷൻ എഴുതാൻ ആലോചിക്കണം. 6CO2 ഞാൻ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് ലൈറ്റിൻ്റെ പ്രസൻസിൽ, സൺലൈറ്റും പിന്നെ ഞാൻ പറഞ്ഞു ക്ലോറോഫിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഫോട്ടോസിന്തസൈസ് ചെയ്യാനും പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ ക്ലോറോഫിലും സൺലൈറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓർഗാനിസത്തിന് ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ C6H12O6 ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഗ്ലൂക്കോസ് എന്നാണ് പേര്. ഓക്കെ, ഈ ഗ്ലൂക്കോസിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് ഇസ് എ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടി, പ്ലസ് നമുക്ക് വാട്ടറും ഓക്സിജനും കിട്ടി. ഈ ഓക്സിജനാണ് പ്ലാന്റ് റിലീസ് ചെയ്യുന്നത്. ഈ ഓക്സിജനാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സും ആനിമൽസും കൂടെ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് കൊടുക്കും, ഇവർ നമുക്ക് ഓക്സിജനും തരും. ഈ ഒരു പരിപാടിയിൽ കൂടിയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളും അവരും സർവൈവ് ചെയ്ത് പോകുന്നത്, ഒരു ബാലൻസിൽ നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, പ്ലാന്റ്സ് ഇല്ല, ഗ്രീൻ പ്ലാന്റ്സിനൊക്കെ നമ്മൾ വെട്ടി നശിപ്പിച്ചു, നമുക്ക് ഓക്സിജൻ ആര് തരും? നമ്മൾ ചത്തുപോയില്ലേ പ്ലാന്റ്സിലെങ്കിലും? അപ്പോൾ പ്ലാന്റ്സിനെ കൺസേർവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്യൂട്ടി അല്ലേ? അങ്ങനെ ആലോചിക്കുക. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്. ഇതാണ് അവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. ഈ ഒരു ഇക്വേഷനിൽ അവർ പറഞ്ഞു തന്നാൽ, ഈ ഇക്വേഷൻ ഇത്ര ഉള്ളൂ: 6CO2 + 12 oxygen 12 water in the presence of chlorophyll and sunlight we get glucose plus water and oxygen. These are the things നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന റിയാക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതറിയായിരിക്കും റിയാക്റ്റൻ്റ് എന്താണ്, പ്രോഡക്റ്റ് എന്താണ്. റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഈ എൻസൈംസിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റുകൾ കിട്ടുന്നത് എന്ന് ആലോചിച്ച് വെക്കണേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ബേസായിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ കാണുക. എവിടെയാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് കാണാം? അറിയോ എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റ് കാണാമെന്ന്? ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഒരു പ്ലാന്റ്, ഇതൊരു പ്ലാന്റാണ്. പ്ലാന്റിൻ്റെ ഇല, ഇതൊരു പ്ലാന്റിൻ്റെ ഇലയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതൊരു ഇല, ഇങ്ങനത്തെ ഒരു ഇലയാണെന്ന് വിചാരിച്ചോ. ഈ ഇലേൻ്റെ അടിയിലോ അല്ലെ ഉള്ളിൽ നമ്മളിങ്ങനെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, എപ്പിഡെർമിസ് ഉണ്ടാകും. ഇത് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ മുറിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ കുറേ സ്പോഞ്ചി സെൽസ് കാണാൻ പറ്റും, മീസോഫിൽ സെൽസൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓരോ ലെയറായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഉള്ള സെൽസ് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ താഴെ ഒരു എപ്പിഡെർമിസ് ഉണ്ടാകും. ഈ എപ്പിഡെർമിസിൻ്റെ താഴെ ഇങ്ങനെ നീളമുള്ള സ്പോഞ്ചി സെൽസും ഇങ്ങനത്തെ, അതായത് സ്പോഞ്ചി സെൽസാണ്. ഇങ്ങനത്തെ 2 ടൈപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഉള്ളിലാണ് ആര് കാണുക? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനല്ലേ കാണാം. ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. എന്തായിരുന്നു ക്ലോറോപ്ലാസ്റ്റ്? ഒരു ഡബിൾ മെംബ്രെയിൻ ഓർഗനല്ലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഗ്രാന ഉണ്ടാകും. ഗ്രാനേനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും? സ്ട്രോമ ലാമെല്ല ഉണ്ടാവും. സ്ട്രോമ എന്ന് പറയുന്ന ഇവരുടെ ഈ സ്പേസിനെയാണ് സ്ട്രോമ പറയുക. സ്ട്രോമ. ഈ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള ഇവരുടെ പേരാണ് ഗ്രാന.
ഇതൊക്കെ അറിയായിരിക്കും, ലൈക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ഗ്രാന. പിന്നെ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഉണ്ടേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് എന്ന് വിളിക്കും. അതൊക്കെ നോർമലി ഉള്ള ആൾക്കാരാണ്. അപ്പം ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു തൈലക്കോയിഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ഉണ്ടയില്ലേ, ഈ ഒരു ഉണ്ടേനെ ഞാൻ വലുതാക്കി കാണിക്കുകയാണേ. തൈലക്കോയിഡ് ഒരു ഡബിൾ മെംബ്രെയിൻ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാവുക, ക്ലോറോഫിൽ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുക. ക്ലോറോഫിൽ എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവുക. ഈ എൻസൈം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫോട്ടോസിന്തസൈസ് ചെയ്യുന്നത് എന്നും ആലോചിച്ച് വെക്കണം. ഒന്നുമില്ല, ഇത് പ്ലാന്റിനെ ഞാൻ ക്രോസ് സെക്ഷൻ ചെയ്തൊന്ന് വരച്ച് കാണിച്ച ഉൾഭാഗം ഇങ്ങനെയാണെന്ന്. ഇതിൻ്റെ ഉൾഭാഗത്തിനകത്ത് നമുക്ക് കുറേ സെൽസ് കാണാം. ഈ സെല്ലിൻ്റെ ഉള്ളിലാണ് ആരുണ്ടാകുന്നത്, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഡബിൾ മെംബ്രെയിനിയസ് ആയിട്ടുള്ള ഓർഗനലേ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രാനകളെ കാണാൻ പറ്റും. ഈ ഗ്രാന എന്ന് പറഞ്ഞാൽ ഓരോ തൈലക്കോട് ഇങ്ങനെ കൊമ്പത്തി മുകളിൽ വെച്ചതിനെയാണ് നമ്മൾ ഗ്രാന വിളിക്കുന്നത്. ഈ ഗ്രാന ഉള്ളത് സ്ട്രോമേൻ്റെ ഉള്ളിലാണ്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് സ്പേസ് ആണ്. അതിൽ ഉള്ളിലുള്ള ഒരാളെയാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്, ക്ലോറോഫിൽ എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. ഈ ക്ലോറോഫിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ക്ലോറോഫിൽ കുറേ ടൈപ്പ് ഉണ്ട്. പറയുകയാണെങ്കിൽ ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്, കെറോട്ടിനോയിഡ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല. മേജർലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരാൾ ക്ലോറോഫിൽ എ ആണ്. അപ്പോൾ ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് നടത്തുന്നത്, ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ആയിട്ട് അവരവിടെ ആക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് ഈ PS1 PS2 എന്ന് പറയുന്നത് കാണുമ്പോൾ പേടിയാവണ്ട. PS1 PS2 എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഫോട്ടോ സിസ്റ്റങ്ങളാണ്. മീൻസ് ഞാൻ പറഞ്ഞില്ലേ ക്ലോറോഫില്ലൊക്കെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ. ഇത് അപ്പോൾ ഞാൻ നേരത്തെ ഞാനൊരു ഡയഗ്രാം കാണിച്ചു തന്നില്ലേ, തൈലക്കോയിഡ് ഞാൻ കുറച്ചുകൂടെ വലുതായിട്ട് കാണിച്ചത്. ഇതാണ് തൈലക്കോയിഡ്. ഈ തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനകത്ത് നമുക്കൊരു PS1നെയും കാണാൻ പറ്റും, ഒരു PS2നെയും കാണാൻ പറ്റും. PS1 ഇത് PS2 എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആരുണ്ടാകും, ക്ലോറോപ്ലാസ്റ്റ്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്, നമ്മുടെ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്ലോറോഫില്ലിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെക്കുക. PS1 ഉണ്ട്, PS2 ഉണ്ട്. ഇതിങ്ങനെ ആലോചിച്ച് വെക്കുക. ഇവിടെയാണ് അവർ രണ്ടുപേരും ഉണ്ടാവുക, PS2 ഇത് PS1. ഓക്കെ, അപ്പം ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണുള്ളത്. ഫോട്ടോസിന്തസിസ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, പിന്നൊന്നാണ് ഡാർക്ക് റിയാക്ഷൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നടക്കുന്നതിനെയാണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുക, രാത്രി നടക്കുന്നതിനെയാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുക. ഈ രണ്ട് പരിപാടി നടന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പം ഈ ഡയഗ്രത്തിൽ കാണിച്ചില്ലേ, ഈ ഒരു ഇക്വേഷനിൽ കാണിച്ചില്ലേ, ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ കാണിച്ചില്ലേ. ഇതുണ്ടാവുന്നത് രണ്ട് വഴിയായിട്ടാണ്. ലൈറ്റ് റിയാക്ഷനും നടക്കണം, ഡാർക്ക് റിയാക്ഷനും നടക്കണം. ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും നടന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. PS1 PS2 അവിടെ ഇരിക്കട്ടെ, അതിനെ പറ്റിയിട്ടുള്ള ഡയഗ്രാം കാണിച്ചിട്ട് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ആവുക. ആദ്യം ലൈറ്റ് റിയാക്ഷൻ എന്താ, ഡാർക്ക് റിയാക്ഷൻ എന്താണെന്ന് പറയാം. ഈ ലൈറ്റ് റിയാക്ഷനിലാണ് PS1 PS2 വരുന്നത്. ഓക്കെ, PS1 ആൻഡ് PS2 വരുന്നത്. അതൊന്നും ആലോചിച്ച് വെക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പം സംഭവം ഈ ലൈറ്റ് റിയാക്ഷൻ എന്താ, ഡാർക്ക് റിയാക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പെട്ടിക്കളി ലൈറ്റാണ്, ഈ പെട്ടിക്കളി ഡാർക്കാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുക. അത് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രാന ഗ്രാന പറയുന്നത് എന്താ, ഇതിപ്പോൾ ക്ലോറോഫില്ലാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആളെയാണ് നമ്മൾ ആര് പറയുന്നത്, ഗ്രാന എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കുറേ ഗ്രാനകൾ ഉണ്ടാവും. ഇതിൽ ഒരാളെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് എന്ന് വിളിക്കും. ഇതിൻ്റെ മൊത്തത്തിലുള്ള പേരാണ് ഗ്രാന എന്ന് വിളിക്കുന്ന പേര്. അപ്പോൾ ഗ്രാനേൻ്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് നമ്മളുടെ പ്ലാന്റിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ, ഇതൊരു ഇലയാണെങ്കിൽ ഈ ഇലേൻ്റെ ഉള്ളിൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്, ഞാൻ വരച്ച ഈ സാധനത്തിനെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ ഗ്രാനയാണ് എന്തിനെ വലിച്ചെടുക്കുക, ലൈറ്റിനെ വലിച്ചെടുക്കുക. അപ്പോൾ ഗ്രാന എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വാട്ടറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, അപ്പോൾ ഓക്സിജൻ കിട്ടും. എന്നിട്ട് ഈ ലൈറ്റ് റിയാക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, PS1 PS2 ഇതിൻ്റെ ഉള്ളിലാട്ടോ ഉള്ളത്, ഇവിടെ ഇങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രാനേൻ്റെ ഉള്ളിലാണ് PS1 PS2 ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയല്ലേ ഞാൻ തൈലക്കോയിഡ് വരച്ചേ. ഈ തൈലക്കോയിഡിൻ്റെ ഇവിടെ PS1 ഇവിടെ PS2 ഞാനിങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ PS1 PS2 ഞാനിങ്ങനെ കാണിച്ചത് ഇതിൻ്റെ ഉള്ളിലാട്ടോ. കുറേ PS1കളും PS2കളും ഈ ഗ്രാനേൻ്റെ പൊക്കത്തുണ്ടാവും, ഇങ്ങനെ പൊക്കത്തുണ്ടാവും. ഓക്കെ, അപ്പം ഈ സാധനത്തിനുള്ള ഒരു ഉണ്ടേൻ്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, ലൈറ്റ് റിയാക്ഷൻ നടക്കുക. എന്നിട്ട് ലൈറ്റ് റിയാക്ഷൻ നടന്നിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് NADPH2 എന്ന് പറയുന്നത്.
NADPH2 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കാരിയറാണ്. ഈ ഇലക്ട്രോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റിനെ അടുപ്പിക്കുന്നത്. ഒന്നുമില്ല, ഇത്ര ആലോചിച്ചാൽ മതി. സൂര്യനിൽ നിന്ന് വെളിച്ചം വരില്ലേ, സൂര്യനിൽ നിന്ന് വെളിച്ചം വരുന്നത് എങ്ങോട്ടേക്കാണ്? ലീഫിൻ്റെ പൊക്കത്തല്ലേ അടിക്കുന്നത്. ലീഫിൻ്റെ പൊക്കത്ത് അടിക്കുമ്പോൾ അത് ക്ലോറോപ്ലാസ്റ്റാണ് വലിച്ചെടുക്കുക. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ തൈലക്കോയിഡിൻ്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ ഗ്രാനൈൻ്റെ ഉള്ളിലെ തൈലക്കോയിഡിൻ്റെ ഉള്ളിലുള്ള PS1 PS2 ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടെ കുറച്ച് റിയാക്ഷൻസ് നടന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ബൈ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ പേരാണ് NADPH2. ഈ സാധനം കിട്ടാനാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി NADPH2 ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഡാർക്കിലേക്ക് പോകും. അതിനാണ് ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഡാർക്കിലേക്ക് പോകുമ്പം ഇതിൻ്റെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന എവിടെയാണ്? ഈ സ്ട്രോമ എന്ന് പറയുന്ന ഈ ഒരു സ്പേസിലാണ്. ഈ തൈലക്കോയിഡിൻ്റെ പുറം ഭാഗം ഇല്ലേ, ഔട്ടർ മോസ്റ്റ് ലെയർ, ഈ പുറത്തെ ഭാഗത്തിലാണ് നമുക്ക് എന്ത് നടക്കുക? ഡാർക്ക് റിയാക്ഷൻ നടക്കുക. അപ്പം ഈ ഒരു ഭാഗത്തിൻ്റെ പേരാണ് സ്ട്രോമ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഈ പുറത്തെ ഭാഗത്തിനാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുക. അപ്പോൾ സ്ട്രോമ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ NADPH2 എടുത്തിട്ട് അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും കൂടെ യൂസ് ചെയ്തിട്ട്, മീൻസ് നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡില്ലേ, അത് യൂസ് ചെയ്തിട്ട് അവരൊരു കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റും. ഈ കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു, പക്ഷേ ഈ സാധനം നടക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ ഇത് ഇപ്പം പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒന്നുമില്ല, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും കൂടിയാണ് ഫോട്ടോസിന്തസിസിൽ നടക്കുന്നത്. ഇത് രണ്ടുമാണ് 2 സ്റ്റെപ്പ് എന്ന് ആലോചിച്ച് നോക്കണം, ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? സൺലൈറ്റ് വന്നിട്ട് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്, ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലെ ഗ്രാനൈൻ്റെ ഉള്ളിലെ തൈലക്കോയിഡിലെ PS1 PS2 മുകളിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുക. ഇതിൻ്റെ ഉള്ളിലാണ് ആരുള്ളത്? ക്ലോറോഫിൽ എന്ന് പറയുന്ന എൻസൈം ഉള്ളത്. ഈ ക്ലോറോഫിൽ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോറോഫിൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ക്ലോറോഫിൽ ആ ഒരു സൺലൈറ്റിനെ വലിച്ചെടുക്കും. എന്നിട്ട് അവിടെ ഒരു റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടന്നിട്ട് അവരുണ്ടാക്കുന്ന ബൈ പ്രോഡക്റ്റാണ് NADPH2 എന്ന് പറയുന്ന ആൾ. ഈ NADPH2 നമ്മൾ പിന്നെ ഇരുടാവുന്ന സമയത്ത്, രാത്രിയാവുന്ന സമയത്ത് സ്ട്രോമയിലേക്ക് വിട്ടിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടെ അവർ കമ്പൈൻ ചെയ്തിട്ട് അവർ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സാധനം മനസ്സിലായാൽ നമുക്കിനി ഫർദറായിട്ട് പോകാൻ. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ, ഇനി ഞാൻ പറഞ്ഞു ഈ PS1 കുറിച്ചും PS2 കുറിച്ചുമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇവരെങ്ങനെയാണ് ഈ ലൈറ്റിനെ വലിച്ചെടുക്കുന്നത് എന്നുള്ള പരിപാടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാനൈൻ്റെ ഉള്ളിലെ തൈലക്കോയിഡിൻ്റെ ഉള്ളിലെ ഗ്രാനയാണ് ഈ സാധനം കേട്ടോ. ഗ്രാനൈൻ്റെ ഉള്ളിലെ തൈലക്കോയിഡിൻ്റെ ഉള്ളിലെ PS1 PS2 എങ്ങനെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്നാണ്, എങ്ങനെ നമുക്ക് NADPH ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അത് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവണം. ഈ ഡയഗ്രാം ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് നിങ്ങൾക്കൊന്ന് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. ലൈക്ക് ഇപ്പം നമ്മൾ പറയുന്നത് എന്താ? ലൈറ്റ് റിയാക്ഷൻ അല്ലേ. ലൈറ്റ് റിയാക്ഷൻ പറയുമ്പം ലൈറ്റ് റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് 2 ആൾക്കാരാണുള്ളത്. PS2 ഉണ്ട്, PS1 ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് PS1 ആദ്യം എഴുതാതെ PS2 എഴുതിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PS1 PS2 എന്ന് പറയുന്ന ആളാണ് ആദ്യം ലൈറ്റിന് എടുക്കുന്ന ആൾ. ഓക്കെ, അതുകൊണ്ടാണ് PS2 ആദ്യം എഴുതിയത്. അപ്പോൾ എപ്പം നമ്മുടെ സൂര്യവെളിച്ചം ഒരു ലീഫിൽ തട്ടിയാൽ, സൂര്യൻ വന്നിട്ട് നമ്മുടെ ലീഫിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ലീഫിൻ്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് കുറേ ഗ്രാനുകളുണ്ട്. ഈ ഗ്രാനൈൻ്റെ ഉള്ളിലെ ഒരു വലിയ ഉണ്ടയാണ് ആര്? തൈലക്കോയിഡ്. ഇവൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞു ആരുള്ളത്? PS1 PS2 ഉള്ളതെന്ന് പറഞ്ഞു. PS1 ഇത് PS2 എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ PS2 ആദ്യം എന്ത് വരിക? ലൈറ്റ് വന്ന് അടിക്കുക. ഓക്കെ, നല്ല എന്താ പറയുക, വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് ആയിരിക്കും വരിക. ഈ PS2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി ഒരു 700 അല്ല 680 നാനോമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 680 നാനോമീറ്ററാണ് ഉണ്ടാവുക. 680 നാനോമീറ്ററുള്ള PS2 എന്ത് ചെയ്യും? ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഈ PS2 ചുറ്റുമായിട്ട് നമുക്ക് കുറച്ച് വേറെ ആൾക്കാരെ കാണാം കേട്ടോ. PS2 ചുറ്റുമാണ് ആരുള്ളത്? ക്ലോറോഫിൽ എകൾ ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇത് ക്ലോറോഫിൽ. അപ്പം ലൈറ്റ് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഒരു 680 നാനോമീറ്റർ ഇവിടെ അടിക്കാൻ പാടുള്ളൂ PS2ൻ്റെ പൊക്കത്ത്. അപ്പം ലൈറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് എനർജി ഭയങ്കര സ്ട്രോങ് അല്ലേ. ഒന്ന് പോയി വെയിലത്ത് നിന്ന് നോക്ക്, നല്ല കുറേ നേരം വെയിലത്ത് നമ്മൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് പറഞ്ഞാൽ ഭയങ്കര മീൻസ് ലൈക്ക് ഭയങ്കര വേവ് ലെങ്ത് ഉള്ള എനർജിയാണ് സൺലൈറ്റിൻ്റെ എനർജി. അപ്പോൾ സൺലൈറ്റിൻ്റെ എനർജി ഈ 680ലും കൂടുതലായിരിക്കും ശരിക്കും വരിക. പക്ഷേ 680 മാത്രമേ PS2ൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറോഫിൽ എകളില്ലേ, ഈ എകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് കുറേ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് 680 നാനോമീറ്റർ മാത്രം ഇവിടെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ PS2ൽ 680 നാനോമീറ്റർ ലൈറ്റ് വന്ന് അടിക്കുമ്പോൾ ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ചാടിപ്പോകും. ഒരു ഇലക്ട്രോൺ ചാടിപ്പോയാൽ ഇലക്ട്രോൺ ആരെടുക്കും? നമുക്കൊരു പ്ലാസ്റ്റോസയാനിൻ എന്ന് പറഞ്ഞിട്ടൊരു, പ്ലാസ്റ്റോസയാനിനല്ല ഫിയോഫൈറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ഒന്ന് ഓർത്ത് വെക്കണേ, ഫിയോഫൈറ്റിൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഇലക്ട്രോണിനെ അങ്ങ് എടുക്കും. ഈ ഫിയോഫൈറ്റിൻ നേരെ സൈറ്റോക്രോം സി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിലേക്ക് ഇലക്ട്രോൺ കൊടുക്കും. ഈ ഇലക്ട്രോൺ ഫിയോഫൈറ്റിനിലേക്ക് കയറും, ഫിയോഫൈറ്റിൻ ഈ ഇലക്ട്രോണിനെ എടുക്കും. എന്നിട്ട് ഫിയോഫൈറ്റിൻ്റെ ഇലക്ട്രോൺ സൈറ്റോക്രോം സിക്ക് കൊടുക്കും. സൈറ്റോക്രോം സി എന്ത് ചെയ്യും? നമ്മുടെ PS1 കൊടുക്കും, ഇവന് കൊടുക്കും. ഈ PS1 ഇതേപോലത്തെ സ്ട്രക്ചറാണ്. ചുറ്റുമാരുണ്ട് ക്ലോറോഫിൽ എകൾ തന്നെയുണ്ട്. അതൊക്കെ ക്ലോറോഫിൽ എ ആണ്. ഇങ്ങനെ ചുറ്റിനും ക്ലോറോഫിൽ എ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 700 നാനോമീറ്ററാണ് ലെങ്ത്ത് ഓഫ് ലൈറ്റ്. എടുക്കുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ 700 ആണ്. അപ്പോൾ ഇവിടേക്കും ഇങ്ങനെ സൂര്യൻ അടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇവിടുന്ന് കൂടെ ഇലക്ട്രോണും വരണം, ഇവിടുന്ന് സൺലൈറ്റും കൂടെ വന്നാലേ ഇവൻ ആക്റ്റീവ് ആവുള്ളൂ PS2. ഇവന് വെറും സൺലൈറ്റ് കിട്ടിയാൽ മതി. PS1ൻ്റെ കേസിൽ വെറും സൺലൈറ്റ് മാത്രം മതി. പക്ഷേ PS2ൻ്റെ കേസിൽ വെറും സൺലൈറ്റ് മാത്രം മതി. PS1ൻ്റെ കേസിൽ സൺലൈറ്റും വേണം, പിന്നെ PS2 എന്ന് വരുന്ന ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മാത്രമേ മൂപ്പരാളെ എണീക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? PS1 നിന്ന് നമുക്ക് എന്ത് കിട്ടി? 700 നാനോമീറ്ററിൻ്റെ ഇലക്ട്രോൺ കിട്ടുമ്പം ഇവിടുന്ന് നമുക്ക് ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ഫെറിഡോക്സിൻ എന്ന് പറഞ്ഞൊരു ഇലക്ട്രോൺ കാരിയർ ഉണ്ട്. ഈ സൈറ്റോക്രോം സിയിൽ നിന്ന് ഇലക്ട്രോൺ PS2ലേക്ക് കൊടുക്കാൻ വേറൊരാളുണ്ട്, പ്ലാസ്റ്റോസയാനിൻ എന്നാണ് നമ്മൾ പറയുക, PC, പ്ലാസ്റ്റോസയാനിൻ. അവർ ഇലക്ട്രോൺ PS2ന് കൊടുക്കും. എന്നിട്ട് PS2 അവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഫെറിഡോക്സിന് കൊടുക്കും. ഫെറിഡോക്സിനാണ് ആരെ എന്താക്കുന്നത്? NADH2 ആക്കുന്നത്. ഈ NADH2-നല്ലേ നമുക്ക് വേണ്ടത് ആരിലേക്ക് കൊണ്ടുപോകാൻ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് പരിപാടി. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോംപ്ലക്സ് ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് പുതിയതായിട്ട് കേൾക്കുന്നത് കൊണ്ടായിരിക്കും. PS1 PS2 ഒക്കെ ഒന്നുമില്ല. ആദ്യം ഒരു PS2 ഉണ്ട്. ഈ PS2ലേക്ക് ലൈറ്റ് വന്നടിക്കും. ഈ PS2 എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗ്രാനയിലാണെന്ന് പറയണം. ഗ്രാന എവിടെയാണെന്ന് ചോദിച്ചാൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണെന്ന് പറയണം. ഓക്കെ. അപ്പോൾ PS2ൻ്റെ ചുറ്റും ആരുണ്ട്? നമുക്ക് വേണ്ട നമ്മളുടെ വലിയ ആൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന ആളുണ്ട്. ക്ലോറോഫിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫോട്ടോസിന്തസൈസ് ചെയ്യണത്. സോ ദിസ് ഈസ് ക്ലോറോഫിലാണ്. അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഇലക്ട്രോണ് ലൈറ്റ് അടിക്കുമ്പോൾ ലൈറ്റ് വരേണ്ടത് 680 നാനോമീറ്ററാണ്. 680 നാനോമീറ്ററാണ് PS2 എടുക്കുക. അപ്പോൾ മൂപ്പരാൾ 680 നാനോമീറ്റർ കിട്ടുമ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തു. അത് ഫിയോഫൈറ്റിൻ എന്ന് പറയുന്ന ഒരാളെടുക്കും. അവർ ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? സൈറ്റോക്രോം സി എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കും. സൈറ്റോക്രോം B6F എന്നാണ് അവരുടെ പേര്, B6F. ഓക്കെ. അത് ഇലക്ട്രോൺ എടുക്കും. എന്നിട്ട് ആ ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും? പ്ലാസ്റ്റോസയാനിന് കൊടുക്കും. പ്ലാസ്റ്റോസയാനിൻ ആ ഇലക്ട്രോണെ PS1 കൊടുക്കും. PS1 ആണ്, ഇത് 2 അല്ല. PS1 കൊടുക്കും. PS1 കൊടുക്കുമ്പോൾ PS1ൻ്റെ ചുറ്റും ആരുണ്ട്? നമുക്ക് ഇതേപോലെ തന്നെ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നൊരു പിഗ്മെൻ്റ് ഉണ്ട്. ഈ PS2 എന്ത് ചെയ്യും? ഇലക്ട്രോണിന് ആർക്ക് കൊടുക്കും? നമ്മുടെ ഫെറിഡോക്സിന് കൊടുക്കും. ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ മതി. ഫെറിഡോക്സിനാണ് NADനെ എന്താക്കി മാറ്റുന്നത്? NADH2 ആക്കുന്നത്. ഈ NADH2 ആണ് നമ്മളുടെ കഥാപാത്രം. ഇവനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാർക്ക് റിയാക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ. ഡാർക്ക് റിയാക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇത്രയും നടന്നത് ലൈറ്റ് റിയാക്ഷനാണ്. ഓക്കെ, കിട്ടിയോ? ഇത്രയേ ഉള്ളൂ ലൈറ്റ് റിയാക്ഷൻ. ഈ ഒരു സംഭവം പഠിച്ചു വെച്ചാൽ ലൈറ്റ് റിയാക്ഷൻ വളരെ എളുപ്പമാണ്. ഓക്കെ. ഇനി ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എനർജീനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. NADPH2 എന്ന് പറയുന്ന സാധനം ഒരു എനർജിയാണ്. ഈ എനർജീനെ നമ്മൾ എന്താക്കണം? ഗ്ലൂക്കോസ് ആക്കണം. ഗ്ലൂക്കോസ് ഓർ കാർബോഹൈഡ്രേറ്റ് ആക്കണം. അപ്പം നമ്മളെങ്ങനെ കാർബോഹൈഡ്രേറ്റ് ആക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് അടുത്ത പറയുന്നത്. ഡാർക്ക് റിയാക്ഷൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഞാൻ ഈ ഒരു സാധനം എന്തിനാണ് പറഞ്ഞത്. ഡയഗ്രം. ഇപ്പം ഞാൻ വരച്ച ഡയഗ്രം ഈ ഡയഗ്രം കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു മണ്ടൻ ഡയഗ്രാം ഞാൻ വരച്ചതെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഇത് കണ്ടു നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ വേഗം മനസ്സിലാവും. ലൈറ്റ് എന്ന് പറയണ ലൈറ്റ് വരും.
ലൈറ്റ് ഇതാ, ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, സൂര്യൻ്റെ വെളിച്ചം. അത് P680 വന്നിട്ട് PS2ൻ്റെ മുകളിൽ അടിച്ചതാ, PS2. ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഉണ്ട ഒക്കെ ക്ലോറോഫില്ലാണേ. ഞാൻ വരച്ചതും ഇത് വരച്ചതും കുറച്ച് ഭംഗി ഇവർക്കാണ് കൂടുതൽ. ഓക്കെ, അപ്പം ഈ ക്ലോറോഫിൽ അതിനെ അബ്സോർബ് ചെയ്തു. 680 നാനോമീറ്റർ കിട്ടുമ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും. ഇത് 2 ഇലക്ട്രോണാണ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1 ഇലക്ട്രോൺ എന്നുള്ള കേസിലാണ് പറഞ്ഞത്. ശരിക്കും 2 ഇലക്ട്രോണാണ് ഇവിടുന്ന് പോകുന്നത്. ഇന്ന് വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഈ 2 ഇലക്ട്രോൺ എവിടുന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 2 ഇലക്ട്രോൺ കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഫിയോഫൈറ്റിൻ എന്ന് പറയുന്ന ഒരാളെടുത്തു. അതാണ് PQ എന്ന് പറയുന്നത്. എന്നിട്ട് അത് സൈറ്റോക്രോം കോംപ്ലക്സിന് കൊടുത്തു. സൈറ്റോക്രോം B6F എന്ന് പറഞ്ഞ ആൾ ഈ സൈറ്റോക്രോം കോംപ്ലക്സ് ആണ്. അവിടുന്ന് 2 ഇലക്ട്രോൺ എടുത്ത് പ്ലാസ്റ്റോസയനിൻ എടുക്കും. പ്ലാസ്റ്റോസയനിൻ PS1ലേക്ക് കൊടുക്കും. PS1 നിന്നും എന്ത് ചെയ്യും? വേറെ ടൈപ്പ് ഓഫ് എനർജി വരുന്നുണ്ട്, ഫോട്ടോൺ 700 നാനോമീറ്റർ. എന്നിട്ട് അവിടുന്ന് ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യും. ഫെറിഡോക്സിൻ എടുക്കും, അത് NADPH ആക്കും. ഇതാണ് പരിപാടി. ഇത്രയേ ഉള്ളൂ നമ്മളെ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഒരു പേരും കൂടെ വിളിക്കും, നോൺ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ കാണുന്നത്? നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു പേരും കൂടെ വിളിക്കും. അതെന്തുകൊണ്ടാണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്നറിയോ? നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കാൻ കാരണം ഈ PS2 ഇലക്ട്രോൺ വന്നത് നേരെ എങ്ങോട്ടേക്കാണ് പോയത്? വാട്ടറിൽ നിന്ന് വന്ന ഇലക്ട്രോൺ PS2ലേക്ക് പോയി. PS2 അത് എങ്ങോട്ട് പോയി? PS1ലേക്ക് പോയി. PS1 അത് റെഡ്യൂസ് ചെയ്തിട്ട് NADPH2 ആക്കി. ഇങ്ങനെ വരെ വന്നു. ഇതൊരു സൈക്കിൾ അല്ലല്ലോ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിങ്ങനെ വരണ്ടേ? ഇതിപ്പോൾ ഇങ്ങനെ പോവല്ലേ. ഇതെന്ന് പറയണത് ഇലക്ട്രോൺ ഫ്ലോ നേരെ ഇനി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവരെ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി കിട്ടിയിട്ടുള്ള ഈ പരിപാടി നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ ആണ്. ഇത്രേ നോക്കാനുള്ളൂ. ഓക്കെ, പക്ഷേ ഇനി സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താലോചിക്കും? സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, വണ്ടർഫുൾ, അത് പോയി. സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവനില്ലേ, ഈ ചെങ്ങായി PS2 എന്ന് പറയുന്ന PS1 എന്ന് പറയുന്ന ഒരേ ഒരാൾ, അവൻ മാത്രമേ ഉള്ളൂ. കാരണം പറഞ്ഞാൽ നമുക്ക് PS2 ഒരു ഇലക്ട്രോണും കിട്ടുന്നില്ല. PS2 എന്ന് പറയുന്ന ആളിൽ നിന്ന് 2 ഇലക്ട്രോൺ കിട്ടിയിട്ട് ഇവിടെ ചെന്നാലല്ലേ അവൻ എക്സൈറ്റഡ് ആവുള്ളൂ, PS1 എക്സൈറ്റഡ് ആവുള്ളൂ. PS2 എന്ന് പറയുന്ന ആൾ വർക്ക് ചെയ്യുന്നില്ല. വെറും PS2 എന്ന് പറയുന്ന ആൾക്ക് ലൈറ്റ് കിട്ടി. അപ്പം എന്ത് ചെയ്തു? ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ, PS2 എന്ന് പറയുന്ന ആൾക്ക് ലൈറ്റ് കിട്ടി. ലൈറ്റ് പറഞ്ഞാൽ 700 നാനോമീറ്റർ ലൈറ്റ് കിട്ടി. അവൻ ഇലക്ട്രോണിനെ മുകളിലേക്ക് പൊന്തിച്ചു. അങ്ങനെ പൊന്തിച്ചിട്ട് 2 ഇലക്ട്രോൺ ഫെറിഡോക്സിൻ എടുത്തു. ദെൻ അത് സൈറ്റോക്രോം B6 കോംപ്ലക്സിലേക്ക് ഫെറിഡോക്സിൻ എടുക്കും. ഫെറിഡോക്സിൻ എടുത്താൽ ശരിക്കും നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? NADPH ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇവിടെ NADPH ഉണ്ടാവുന്നില്ല. കാരണം എന്താ? ഇവിടെ PS2 ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ വെറും ഇവിടെ ആരുണ്ട്? 700ലേക്ക് ആകെ സൂര്യവെളിച്ചം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം ഈ 700ലേക്ക് സൂര്യവെളിച്ചം മാത്രം കിട്ടുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? തിരിച്ച് വഴിയിലേക്ക് പോകും. ഫെറിഡോക്സിൻ എടുക്കും. ഫെറിഡോക്സിൻ നേരെ പ്ലാസ്റ്റോക്വിനോണിന് കൊടുക്കും. പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്നത് ഇയാൾക്ക് കൊടുക്കും. എന്നിട്ട് പ്ലാസ്റ്റോക്വിനോൺ എന്ത് ചെയ്യും? സൈറ്റോക്രോം B6 കോംപ്ലക്സിൽ കൊടുക്കും. പ്ലാസ്റ്റോസൈൻ എടുക്കും. ഇങ്ങനെ പോകുന്ന വഴിയാണ് നമ്മൾ എന്ത് പറയുക? സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമുക്ക് നോൺ സൈക്ലിക് എന്ന് പറയുമെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PS2നെയും PS1നെയും ഉപയോഗിച്ചത്. ഇവിടെ നമുക്കെന്ന് പറഞ്ഞാണെങ്കിൽ PS2 വർക്ക് ചെയ്യുന്നില്ല. PS2 വർക്ക് ചെയ്താലേ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ PS2 ഇല്ല. PS2 ഇല്ലാണ്ട് PS1 മാത്രമേ ഉള്ളൂ. PS1 മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ PS1ന് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. PS2 കൂടെ എപ്പോഴും വേണം. PS1 മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ച് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൂപ്പരാൾ ഒറ്റയ്ക്ക് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഫെറിഡോക്സിന് കൊടുക്കും. പക്ഷേ NADPH ഉണ്ടാവില്ല. NADPH ഉണ്ടായാലേ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ NADPH ഇല്ല. പകരം എന്ത് കിട്ടും? ആ ഇലക്ട്രോൺ അവൻ സൈറ്റോക്രോം B6 കോംപ്ലക്സിന് കൊടുക്കും. അവിടുന്ന് നേരെ തിരിച്ച് പ്ലാസ്റ്റോസൈൻ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു സൈക്കിളല്ലേ, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നില്ലേ? അപ്പം ഇതിനെയാണ് നമ്മൾ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സംഭവം. അപ്പോൾ ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കണം എന്താണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എഴുതേണ്ടത് ഇത് മാത്രമേ എഴുതേണ്ടുള്ളൂ കേട്ടോ. ലൈറ്റ് വന്നു, PS1 എടുത്തു, എന്നിട്ട് ആ ഇലക്ട്രോൺ ഫെറിഡോക്സിൻ എടുത്തു. ഫെറിഡോക്സിൻ പ്ലാസ്റ്റോക്വിനോണിന് കൊടുത്തു. പ്ലാസ്റ്റോക്വിനോണ് സൈറ്റോക്രോം B6Fന് കൊടുത്തു. ദെൻ പ്ലാസ്റ്റോസൈനിൻ എടുത്തു. തിരിച്ച് പിന്നെയും ആരെടുക്കുന്നു? PS1 എടുക്കുന്നു എന്ന് എഴുതണം. ഇത്രയുള്ള പരിപാടി.
ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിക്കാതെ പോയ ഒരാളില്ലേ, ഇവൻ ഈ ടേബിളിനെ പറ്റി നോക്കാം. ഇപ്പോൾ PS1 എന്താ, PS2 എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ PS1ഉം PS2ഉം തമ്മിലെ ഡിഫറൻസ് നോക്കാം. PS1 എന്ന് പറയുന്നതിന് ഹാസ് എ റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫില്ലേ. ഞാൻ ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ പുറകിൽ കുറേ മുട്ട സാധനങ്ങൾ വരച്ചില്ലേ ഇങ്ങനെ, ഇതിനെന്താ പറഞ്ഞത്, ക്ലോറോഫിൽ എന്നല്ലേ പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എ എന്ന് വിളിക്കുന്ന മോളിക്യൂൾ. ഓക്കെ, ഇതാണ് ക്ലോറോഫിൽ എ. ഓക്കെ, അപ്പം ഇവരുടെ PS2വിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ എത്രയാണ്, 700 നാനോമീറ്റർ ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇതാണ് ഈ ഒരു കോളത്തിൽ പറയുന്നത്. ഇനി ഇപ്പുറത്തേന്ന് പറഞ്ഞാൽ PS2നും ക്ലോറോഫിൽ എ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ വരുന്ന റിയാക്ഷൻ സെൻറ്ററിൽ 680 നാനോമീറ്ററാണ് ഉള്ളത്. ഇനി ഇവിടെ എന്ന് പറയുന്ന പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് വരുന്നത് FES എന്ന് പറയുന്ന ഇലക്ട്രോണാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇലക്ട്രോണിനെ എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്, അയേൺ എന്ന് പറഞ്ഞിട്ടൊരാൾ. അത് ഈ PS2വിൻ്റെ ഉള്ളിൽ അയേൺ ആണുള്ളത്. പക്ഷേ സോറി ഇപ്പം ഞാൻ പറഞ്ഞതൊന്ന് തെറ്റി മാറിപ്പോയല്ലേ. സോ എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി ഇപ്പോൾ പറഞ്ഞൊന്ന് മാറ്റി തരും കേട്ടോ. ലൈക്ക് PS1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു PS1 ആണ് 700 നാനോമീറ്റർ. സോ അവരുടെ ചുറ്റുമാണ് എന്തുള്ളത്, ക്ലോറോഫിൽ എന്ന് പറയുന്ന മോളിക്യൂൾ ഉള്ളത്. ഓക്കെ, ഈ PS1ൻ്റെയും PS2ൻ്റെയും ചുറ്റുമുണ്ട്, അതൊന്നും തെറ്റല്ല. ഞാൻ വരച്ചതിൽ ഈ നാനോമീറ്റർ അങ്ങ് മാറിപ്പോയി. അപ്പോൾ PS1 എന്ന് പറയുന്നത് 700 നാനോമീറ്ററാണ്, PS2 എന്ന് പറയുന്നത് 680 നാനോമീറ്ററാണ്. ഈ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് ഇവിടെ ഉള്ളത് നമ്മൾ പറഞ്ഞില്ലേ, PS2ന് ഇലക്ട്രോൺ ഫെറിഡോക്സിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ. ഈ ഫെറിഡോക്സിന് കൊടുക്കുന്ന ആൾ ഇവിടെ അയേൺ ആണ്. PS2ൻ്റെ കേസിൽ ഇതവിടെ ഞാൻ PS2 വരയ്ക്കാം. ഇതിൻ്റെ ചുറ്റും ആരുണ്ടായിരുന്നു, ക്ലോറോഫിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരെത്രയായിരുന്നു, 680 നാനോമീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പം ഇവരുടെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഒരു മെഗ്നീഷ്യമാണ് ഇവിടെ ഉണ്ടാവുക, മെഗ്നീഷ്യം അയൺ. ഇവിടുത്തെ സെൻട്രൽ ആറ്റം അയേൺ ആണ്, Fe അയേൺ. അതാണ് വ്യത്യാസം. Fe അയേൺ ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും, മെഗ്നീഷ്യം ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ PS2ൻ്റെ അവിടെ ഫെറിഡോക്സിനും സൈറ്റോക്രോമും ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തത്. പ്ലാസ്റ്റോസയാനിൻ വന്നു, നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, PCന്ന് സൈറ്റോക്രോമിന്ന് എങ്ങോട്ടേക്കാണ് അയോൺ പോയത്, PCക്കാണ് പോയത്. PCന്ന് പിന്നെ എങ്ങോട്ടാണ് പോയത്, ഫെറിഡോക്സിൻ മീൻസ് PS1ലേക്ക് പോയി വന്നിട്ട് ഫെറിഡോക്സിന് കൊടുക്കുക ചെയ്ത്. ഇങ്ങനെയല്ലായിരുന്നോ വഴി ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടെ. പക്ഷേ PS2ൻ്റെ കേസിൽ വരുമ്പോൾ ഫിയോഫൈറ്റിനും പ്ലാസ്റ്റോക്വിനാനും സൈറ്റോക്രോമും ഉള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. PS2ൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ PS2ൻ്റെ കേസിൽ വരുമ്പോൾ ഏതൊക്കെ ഇലക്ട്രോണ്, ഫിയോഫൈറ്റിനും സൈറ്റോക്രോം B6F ആണ് ഇലക്ട്രോൺസ്. PS1ൻ്റെ കേസിൽ വരുമ്പോൾ ആരെ ഇലക്ട്രോണ്, ഫെറിഡോക്സിനും പിന്നെ ഏതാണ്, പ്ലാസ്റ്റോക്വിനോണും സൈറ്റോക്രോം B6F. ഇത്ര ആൾക്കാരാണ് കോമ്പോണൻസ് ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു പ്ലാസ്റ്റോസൈനിൻ കൂടി ഉണ്ട്. ഇവിടുത്തെ 3 ആൾക്കാർ. ഇത് PS2ൻ്റെ കേസ്. ഫിയോഫൈറ്റിനുണ്ട്, സൈറ്റോക്രോം B6 ഉണ്ട്, PC ഉണ്ട്, മീൻസ് പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്. ഇനി ഇവരുടെ കേസിൽ വരുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്, വെറും ഫെറിഡോക്സിനും പ്ലാസ്റ്റോക്വിനോണും സൈറ്റോക്രോം B6F പ്ലാസ്റ്റോസയനിൻ. ഇത്രയും പേരാണ് ഇലക്ട്രോൺ കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഒക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ലൈക്ക് ഇതൊക്കെയാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. പറ്റുമെങ്കിൽ ഈ കോളംസ് നന്നായിട്ട് പഠിക്കുക. ഈ കോളം പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും പഠിക്കേണ്ട. ലൈക്ക് എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ PS1ഉം PS2ഉം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. PS1 എത്ര നാനോമീറ്ററാണ്, PS2 എത്ര നാനോമീറ്ററാണ്, ആരിലാണ് അയേൺ ഉള്ളത്, ആരിലാണ് മെഗ്നീഷ്യം ഉള്ളത്, ആരിലൊക്കെയാണ് ഇലക്ട്രോൺ കാരിയേഴ്സ് പ്ലാസ്റ്റോസയനിൻ ഫെറിഡോക്സിൻ സൈറ്റോക്രോം ഉള്ളത് PS1ൽ. പിന്നെ ഇപ്പുറത്തേൽ ഫിയോഫൈറ്റിൻ പ്ലാസ്റ്റോക്വിനോൺ സൈറ്റോക്രോം. ഇത്രയും പേരാണ് വരുന്നത്. അപ്പം ഈ ഒരു ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, വേറെ ഒന്നും പഠിക്കേണ്ട. പിന്നെ പഠിക്കാനുള്ളത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനുമാണ്. ഈ പെട്ടി പിന്നെ ഈ ഒരു കോളം ഒന്ന് പഠിച്ചു നോക്കുക. ഈ സൈക്ലിക് എന്താണ്, നോൺ സൈക്ലിക് എന്താണെന്ന് പഠിച്ചു നോക്കുക. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന ഡാർക്ക് റിയാക്ഷൻ. എന്താ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ലൈറ്റ് ഉണ്ടാക്കി, ലൈറ്റ് റിയാക്ഷൻ വഴിയായിട്ട് നമുക്ക് ആരെ കിട്ടി, NADPH കിട്ടി. ഈ NADPH നമ്മൾ എന്തിനു ചെയ്യുകയാണ്, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ എങ്ങനെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കും? 3 പ്രോസസ്സാണുള്ളത് പഠിക്കാൻ ഡാർക്ക് റിയാക്ഷനിൽ. ഡാർക്ക് റിയാക്ഷനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, കാൽവിൻ സൈക്കിൾ എന്നും കൂടെ വിളിക്കും. ഓക്കെ, കാൽവിൻ എന്ന് പറയുന്ന ഒരാളാണ് കണ്ടുപിടിച്ചത്. സോ ഇതിന് കാൽവിൻ സൈക്കിൾ എന്ന് പേരിട്ട്. അപ്പം ഇതിൽ 3 പ്രോസസ്സാണുള്ളത്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഇതാണ് 3 പ്രോസസ്സ്. Dark reaction include 3 processes, that is carboxylation, reduction and regeneration. Okay,
ഇനി കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുബിസ്കോ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ റുബിസ്കോ എന്ന് പറയുന്ന ആളാണ് ഇനിത്തെ നമ്മളുടെ കഥാപാത്രം. റുബിസ്കോ RUBP എന്നാണ് അവരെ മൂപ്പരാളെ ചുമ്മാ വിളിക്കുന്ന പേര്. RUBP. ഓക്കെ, ഈ RUBP എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിൻ്റെയും പ്രസൻസിൽ കാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തും. കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാനില്ല. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തിയിട്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാക്കും. ഈ ഒരു സൈക്കിൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണേ. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. കാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തും. അങ്ങനെ കാർബോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തിയിട്ട് അവരെന്ത് ചെയ്യും, 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പോണൻ്റ് ഉണ്ടാകും. ഈ 3-ഫോസ്ഫോഗ്ലിസറേറ്റിനെ എന്ത് ചെയ്യും, നമ്മളിത് കണ്ടോ NADPH ഉപയോഗിച്ചത്, ഇത് നമുക്ക് ലൈറ്റ് റിയാക്ഷൻ എന്ന് കിട്ടിയ ആളാണ്. ഇത് കണ്ടോ ഇവൻ, ഈ ലൈറ്റ് റിയാക്ഷൻ എന്ന് കിട്ടിയ NADPHും ATPയും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിഡക്ഷൻ നടത്തും. റിഡക്ഷൻ നടത്തിയിട്ട് കിട്ടുന്ന കോമ്പോണൻ്റാണ് ട്രയോസ് ഫോസ്ഫേറ്റ്. ഐസോമർ ട്രയോസ് ഫോസ്ഫേറ്റ് മതി. ഈ ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർച്ചും ഷുഗറൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതല്ലേ നമ്മളുടെ ഫുഡ് എന്ന് പറയുന്ന സാധനം ഇവനല്ലേ, സൂക്രോസ്, സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്. സൂക്രോസിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഗ്ലൂക്കോസ് ആക്കാൻ പറ്റും. അപ്പം സൂക്രോസ്, സ്റ്റാർച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യും, അവരെ റീജനറേറ്റ് ചെയ്യണം. കാരണം ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ റുബിസ്കോനെ ഇനിയും വേണം. റുബിസ്കോ ഉണ്ടെങ്കിലേ നമുക്ക് ഡാർക്ക് റിയാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ വേണ്ട ആൾക്കാർ PS1 PS2 ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവരിൽ നിന്ന് നമുക്ക് ആരെ കിട്ടി, NADPHന് കിട്ടി. ഇനി നമുക്ക് ഡാർക്ക് റിയാക്ഷനിൽ വേണ്ട ആൾ റുബിസ്കോ ആണ്. ലൈക്ക് RUBP എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ RUBPനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂപ്പരാളെ നമ്മൾ തിരിച്ചുണ്ടാക്കണം. അപ്പോൾ തിരിച്ചുണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ATP യൂസ് ചെയ്ത് നമ്മൾ എനർജി കൊടുത്തിട്ട് നമ്മൾ RUBPനെ ഉണ്ടാക്കുന്ന പരിപാടിനെയാണ് എന്ത് പറയുക, കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത്രേ ഉള്ളൂ. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രോസസ്സൊക്കെ പഠിക്കാനുള്ളത്. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 പ്രോസസ്സ് പഠിക്കാനുണ്ട്. ഈ കാർബോക്സിലേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് എങ്ങാനും ചോദിച്ചാൽ സ്ട്രോമ എന്ന് എഴുതണം കേട്ടോ. ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്, ഗ്രാന. ഓക്കെ, ഇനി ഇത് തെറ്റിക്കരുത് കേട്ടോ. ഡാർക്ക് സ്ട്രോമയിലും ലൈറ്റ് ഗ്രാനയിലുമാണ് നടക്കുന്നത്. അപ്പം ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിൽ നടന്നാൽ നമുക്ക് കിട്ടുന്ന ആളാരാ, NADPH എന്ന് പറയുന്ന H2 എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടുന്നത്. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സാധനത്തിന് നമ്മൾ ഡാർക്ക് റിയാക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഡാർക്ക് റിയാക്ഷനിൽ ആര് വേണം, RUBP എന്ന് പറയുന്ന മേജർ ആൾ വേണം. ഒരാളില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ RUBP എന്ത് ചെയ്യുന്നത് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് കാർബോക്സിലേഷൻ നടത്തും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന ആൾ കിട്ടും. ഈ 3-ഫോസ്ഫോഗ്ലിസറിലേക്കാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്, നമ്മൾ ലൈറ്റ് റിയാക്ഷനിൽ ചെയ്ത NADPHനെ കൊടുക്കണേ. അപ്പോൾ NADPHും ATPയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരാളെ കിട്ടും. TPI എന്നാണ് അവർ വിളിക്കുക, ട്രയോസ് ഫോസ്ഫേറ്റ്. ഐസോമറൈസ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ട്രയോസ് ഫോസ്ഫേറ്റിനെ കിട്ടും, TPനെ കിട്ടും. ഈ TPനെ നമുക്ക് എന്തിനുണ്ടാക്കാം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ പോവാം. സൂക്രോസ്, സ്റ്റാർച്ച് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് നമുക്ക് ഉണ്ടായി കിട്ടി. ഓക്കെ, ഈ ഗ്ലൂക്കോസ് കിട്ടി. ഈ ഗ്ലൂക്കോസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും ഉണ്ടാക്കണ്ടേ. പിന്നെയും NADPH വന്നുകൊണ്ടിരിക്കും, ഇനിയും ഗ്ലൂക്കോസ് വേണ്ടേ. അപ്പോൾ ആ ഗ്ലൂക്കോസിനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ RUBP എന്ന് പറയുന്ന ഈ ഒരു മാസ്റ്ററിനെ നമ്മൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരണം. ഓക്കെ, അപ്പോൾ മൂപ്പരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ATP നമ്മുടെ കയ്യിൽ നിന്ന് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ അവരെ റീജനറേറ്റ് ചെയ്ത് RUBPനെ പിന്നെ അവിടെ കൊണ്ടേ വെക്കും. ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ പിന്നെയും കൊണ്ടേ വെക്കും. അപ്പോൾ ഇനി NADPH വന്നാൽ ഈ സൈക്കിൾ നടക്കില്ലേ. അപ്പം ഈ ഒരു പരിപാടിയാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ, ശരിക്കും മനസ്സിലാവണേ. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണുള്ളത്. C3 പ്ലാന്റ്സും ഉണ്ട്, C4 പ്ലാന്റ്സും ഉണ്ട്. C3 പ്ലാന്റ്സ് എന്താണ്, C4 പ്ലാന്റ്സ് എന്താണ് അറിയോ? ഇതാണ് C3 പ്ലാന്റ്സ് ആൻഡ് C4 പ്ലാന്റ്സ്. കുറേ പ്ലാന്റ്സ് ഉണ്ട്. C2 പ്ലാന്റ്സ് ഉണ്ട്, C3 പ്ലാന്റ്സ് ഉണ്ട്, C4 പ്ലാന്റ്സ് ഉണ്ട്. ഈ C3 C4 എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ? C3 സൈക്കിളിനെയാണ് നമ്മൾ കാൽവിൻ സൈക്കിൾ എന്നും കൂടെ പറയാം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചില്ലേ ഡാർക്ക് റിയാക്ഷൻ, കാൽവിൻ സൈക്കിൾ എന്ന് പറയാം. ഇനി C2 സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സൈക്കിൾ ഉണ്ട്. ഈ C2 സൈക്കിൾ എന്ന് പറയണത്, ഈ C3 സൈക്കിൾ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ടല്ലേ നടന്നത്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ വെച്ചിട്ടാണ്. C3 സൈക്കിൾ ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. C2 സൈക്കിൾ ഒരു ഓക്സിജൻ്റെ പ്രസൻസിലാണ്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C3യും C4നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഈ പെട്ടിക്കളി നന്നായിട്ട് പഠിച്ചു നോക്കുക. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ പെട്ടിക്കളി പഠിച്ചു നോക്കണം. ഓക്കെ, അപ്പം C3 സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C3 പ്ലാന്റ്സിൻ്റെ C4 പ്ലാന്റ്സാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ ഒറ്റവട്ടാണ് C3 സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ ഒരു സൈക്കിളല്ലേ നടക്കുന്നത്. പക്ഷേ C4 പ്ലാന്റ്സിൻ്റെ കേസിൽ 2 വട്ടം നടക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മീസോഫിൽ സെൽസും ഉണ്ട്, ബണ്ടിൽ ഷീറ്റും ഉണ്ട്. ഈ മീസോഫിൽ സെൽ എന്താ, ബണ്ടിൽ ഷീറ്റ് എന്താണെന്നറിയോ? നമ്മളെ പ്ലാന്റിൻ്റെ ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്.
ഇത് എപ്പിഡേമിസ് ആണ്. എൻ്റെ എപ്പിഡേമിസ് പോലൊന്നും ഉണ്ടാവില്ല. ഡയഗ്രാം വരയ്ക്കുന്ന കേട്ടോ. ഇത് നമ്മൾ പെറൈറ്റൽ സെൽസും പിന്നെ സ്പോഞ്ചി സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെല്ലുകളുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? മീസോഫിൽ സെൽസിനെയും കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ മീസോഫിൽ സെൽസും ഉണ്ട് കേട്ടോ. ഈ മീസോഫിൽ സെല്ലിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ബണ്ടിൽ ഷീറ്റും ഉണ്ടാവും. ഇവിടെ കാണുന്ന സ്പോഞ്ചി ടിഷ്യൂസൊക്കെ ഉള്ളിലൊക്കെ മീസോഫിൽ സെല്ലും ബണ്ടിൽ ഷീറ്റും ഉണ്ടാവും. ഈ മീസോഫിൽ സെല്ലിലും ബണ്ടിൽ ഷീറ്റിലുമാണ് C4 പ്ലാന്റ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത്. ഇനി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആരാ? C3യിൽ ആരായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിന് എടുത്തുകൊണ്ടിരുന്ന? RUBP. ഞാൻ പറഞ്ഞില്ല, RUBP എന്ന് പറയുന്ന മാസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി ഡയറക്റ്റ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ RUBP ആണ് ഇവിടുത്തെ ആൾ. ഇവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ PEP എന്ന് പറയുന്ന ആളാണ് മീസോഫിൽ സെൽസിലുള്ളത്. ബണ്ടിൽ ഷീറ്റിൽ RUBP. നിങ്ങൾ C4 നോക്കുമ്പോൾ 2 ഭാഗം നോക്കണം കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതി തരാം. ലൈക്ക് C4 ആവുമ്പോൾ മീസോഫിലിനെ നോക്കണം, ബണ്ടിൽ ഷീറ്റിനെ നോക്കണം. ഇങ്ങനൊരു കള്ളി വേണം. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കും, ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കും C4ൻ്റെ കേസിൽ. ഇനി C3 പ്ലാന്റ്സിൻ്റെ കേസിൽ ഇവിടെ RUBP ആണ് ഉള്ളതെങ്കിൽ മീസോഫിൽ സെല്ലിൽ PEP എന്ന് പറയുന്ന ഒരാളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്നാണ് ഇവരുടെ പേര്. ബണ്ടിൽ ഷീറ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RUBP എന്ന് പറയുന്ന ആളാണ് ഉള്ളത്. എന്ത് ഫിക്സ് ചെയ്യാൻ? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആൾ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിങ് എൻസൈംസ് ഇവിടെ ഏതാ? RUBP കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ PEP കാർബോക്സിലേസും ഉണ്ടാകും. ഇവിടെ മറ്റേ സ്ഥലത്ത് ആരായിരിക്കും? RUBP കാർബോക്സിലേസും ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് ഒന്ന് വേഗം മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലൈക്ക് ടേബിളും കൂടെ വരച്ച് തരുന്നത്. അതാണ് അവരുടെ വ്യത്യാസം. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇവിടെ ഒരു 3 കാർബൺ കോമ്പോണൻ്റ് ആയിട്ടുള്ള 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ആരുണ്ടാവുന്നത് വെച്ചാൽ ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്സാലോ അസറ്റേറ്റ്, OAA നമ്മൾ വിളിക്കാം. ഓക്സാലോ അസറ്റേറ്റ്. ഇവിടെ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് PGA ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഇനി ഹയർ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ ഇനി പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വേണം? ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ വേണം. ഇവിടെ ആകുമ്പോൾ കോൺസെൻട്രേഷൻ കുറവാണെങ്കിലും ഉണ്ടാക്കും. ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇവിടെ ലോ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവലാണ് പറയുന്നത്. ഓക്കെ, C4ൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 2 പ്ലാന്റും പറയാനുണ്ട്. മീസോഫിൽ സെല്ലിലും ബണ്ടിൽ ഷീറ്റിലും നടക്കുന്നതുകൊണ്ടാണ് 2 കള്ളി ഞാൻ വരച്ചത്. അല്ലാതെ ഒന്ന് C3 ഒന്ന് C4 അല്ല കേട്ടോ. C4 ഞാൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഇനി ലീഫിൻ്റെ അനാട്ടമി C3യിൽ നമ്മൾ ക്രാൻസ് അനാട്ടമി എന്നാണ് പറയാം. മറ്റേതിലാണെങ്കിൽ ഇവിടെ ക്രാൻസ് അനാട്ടമിയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാൻസ് അനാട്ടമിയും കാണാൻ പറ്റും. ദ ഡൈമോർഫിക് ഓർ ക്രാൻസ് അനാട്ടമി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടെ എന്തുണ്ട്? മീസോഫിലും ഉണ്ട്, ബണ്ടിൽ ഷീറ്റ് സെല്ലും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? C3 പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു C3 പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. C2 പ്ലാന്റ്സ് ഓക്സിജൻ്റെ പ്രസൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫോട്ടോ റെസ്പിറേഷൻ കാണിക്കുന്ന ആളായിരിക്കും C2 പ്ലാന്റ്. C3 പ്ലാന്റ് കാണിക്കില്ല. ഇത് കണ്ടോ, എക്സസ് ഓക്സിജൻ ഈസ് ഇൻ ഇൻഹിബിറ്റർ ആയിരിക്കും. ഓക്കെ, ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ റെസ്പിറേഷനും ഇവിടെ ആബ്സെൻ്റാണ്. ഞാൻ ആകെ ഫോട്ടോ റെസ്പിറേഷൻ പറഞ്ഞ ഒരാൾ C2 ആണ്. നിങ്ങൾക്ക് C2വിനെ പറ്റി കൂടുതൽ പഠിക്കാനില്ല. സോ C2 ആണ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരേ ഒരാൾ. C3 കാർബൺ ഡൈ ഓക്സൈഡാണ്. C4ഉം കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ ലെസ് എഫിഷ്യൻ്റ് ആണ്. ആര്? C3 പ്ലാന്റ്. ലെസ് എഫിഷ്യൻറ്റ് ഫോട്ടോസിന്തസിസ് ദാൻ C4 പ്ലാന്റ്സ്. ഈൽഡ് യൂഷ്വലി മച്ച് ലോവർ ആണ്. ഈ ഭയങ്കര കുറവ് ഈൽഡാണ് നമുക്ക് കിട്ടുക. പക്ഷേ C4 പ്ലാന്റ്സിൻ്റെ കേസിലാകുമ്പോൾ ഭയങ്കര എഫിഷ്യൻ്റാണ്. ഇവർക്കും ക്രാൻസ് അനാട്ടമി തന്നെ കേട്ടോ. ഇനി ഇവരുടെ കേസിൽ 2 പേരും മോർ എഫിഷ്യൻ്റാണ്. ഞാനിവിടെ എഴുതിയാൽ ഒരു തെറ്റ് വന്നതെന്ന് വെച്ചാൽ ഇവർക്കും ലോ കാർബൺ ഡൈ ഓക്സൈഡ് മതി. ലോ ഉണ്ടെങ്കിൽ തന്നെ വരും, കാരണം ഇത് C4 അല്ലേ. ഓക്കെ, C4ലെ മീസോഫിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നോക്കണം. 2 പേർക്കും ക്രാൻസ് തന്നെയാണ്. ഇവിടെ മോർ എഫിഷ്യൻ്റാണ്, ഇവരും മോർ എഫിഷ്യൻ്റാണ്. ഇത്രയാണ് വ്യത്യാസം. ഇത് സെറ്റല്ലേ? ഇത്രയാണ് നിങ്ങൾ C3യും C4 പ്ലാന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എഴുതേണ്ട കാര്യം. ഈ ഷോർട്ടാക്കി എഴുതിയ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ എണ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ടാക്കി തന്നെ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കുറച്ച് വാരി വലിച്ച് അങ്ങോട്ട് എഴുതണേ, സെറ്റപ്പ് ആക്കണേ. ഇനി അടുത്ത വരുന്ന കാര്യമാണ്, കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു.
ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ ഡിഫറൻസ് ചെയ്തു? PS1ൻ്റെ PS2ൻ്റെയും ഡിഫറൻസ് എഴുതൂലേ? PS1 എത്രയായിരുന്നു? നാനോമീറ്റർ 700 ആണ്, PS2 680 ആണ്. അങ്ങനെ എല്ലാ ഡിഫറൻസും എഴുതണം. പിന്നെന്താണ്, ഇവർക്കും ക്ലോറോഫിൽ ഉണ്ട്, പിന്നെന്താ ക്ലോറോഫിൽ എ ഉണ്ട്, അങ്ങനെ ഓരോരോ ഡിഫറൻസുകൾ എഴുതണം. പിന്നെന്താണ്, ഇവിടെ ഒന്ന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ഇവർ നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ കാണിക്കുന്നവരാണ്. ഇവർ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ കാണിക്കുന്നവരാണ്, ഇവർ നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഡിഫറൻസസുകളൊക്കെ നിങ്ങൾ എഴുതണം. ഇനി റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ C3, C4 ആൻഡ് കാൽവിൻ സൈക്കിൾ. ഇപ്പം അറിയാലോ C3 എന്താണ്? C3 തന്നെയാണ് കാൽവിൻ സൈക്കിൾ കേട്ടോ. അപ്പം നിങ്ങൾ C3 ചോദിച്ചാലും കാൽവിൻ സൈക്കിൾ എഴുതാം, കാൽവിൻ സൈക്കിൾ ചോദിച്ചാലും C3 എഴുതാം. ഓക്കെ, രണ്ടും ഒരേപോലെ തന്നെയാണ്. C4 ഇപ്പോൾ ഈ പെട്ടിക്കളി എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി മെൻഷൻ ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോസിന്തസിസ്. ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഉള്ളത്? നമ്മളെ പരിപാടി PS2 എന്നുണ്ട്, PS2 ആര് കയറി? പ്ലാസ്റ്റോസയനിൻ ഉണ്ട്, പ്ലാസ്റ്റോസയനിൽ ആര് വന്നു? നമ്മളുടെ പ്ലാസ്റ്റോസയൻ അല്ല, പ്ലാസ്റ്റോക്വിനോൺ ഉണ്ട്, പ്ലാസ്റ്റോക്വിനോൺ ആര് പോയി? സൈറ്റോക്രോം B6F പോയി, അല്ലെങ്കിൽ സൈറ്റോക്രോം കോംപ്ലക്സ് എഴുതിയാൽ മതി. അവിടുന്ന് പ്ലാസ്റ്റോസയനിൻ വന്നു, പ്ലാസ്റ്റോസയനിൽ PS1ലേക്ക് പോയി, PS1 ഫെറിഡോക്സിനിലേക്ക് പോയി. ഇങ്ങനെയാണ് നമുക്ക് ആരെ കിട്ടുന്നത്? NADPHനെ കിട്ടുന്നത്. ഈ ഒരു റിയാക്ഷനാണ് സ്റ്റെപ്പുകൾ നമ്മൾ എഴുതണം. ഡാർക്ക് റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ എഴുതണം? കാർബോക്സിലേഷൻ എഴുതണം. 4 പ്രോസസ്സസ്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 പോയിൻറ്റും ഒന്നെങ്കിൽ ആ സൈക്കിളെങ്കിലും എഴുതി വെച്ചാൽ മതി, അപ്പം മാർക്ക് കിട്ടും. ദാറ്റ്സ് ഓൾ. ഓക്കെ, സെറ്റായില്ലേ? ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് എളുപ്പമായോ? എളുപ്പമുണ്ടാവില്ലേ? ഓക്കെ, എന്ത് വന്നാലും ഫോട്ടോസിന്തസിസ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ എഴുതേണ്ട ഒരു മേജർ ഇക്വേഷനാണിത്. എന്ത് വന്നാലും ഈ ഇക്വേഷനെ മറക്കരുത്. ഓക്കെ, ഇത്രയാണ് എഴുതേണ്ടത്. ഓക്കെ, താങ്ക് യു.